പെഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെതിരെ നിലപാട് കടുപ്പിച്ച് ഇന്ത്യ. ഡൽഹിയിലെ ഉന്നത പാക് നയതന്ത്രജ്ഞനെ അർദ്ധരാത്രിയിൽ വിളിച്ചു വരുത്തി കേന്ദ്ര സർക്കാർ തീരുമാനം അറിയിച്ചു. നയതന്ത്ര കാര്യാലയത്തിലെ സൈനിക അറ്റാഷകളെ ഒഴിവാക്കണമെന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് കൈമാറിയത്. ഭീകരാക്രമണത്തിൽ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം വൈകിട്ട് ചേരും. പെഹൽഗാം ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകണമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നയതന്ത്ര മേഖലയിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയതിനു പിന്നാലെ പാകിസ്ഥാനെതിരെ കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ് രാജ്യം. ഡൽഹിയിലെ പാകിസ്ഥാന്റെ ഉന്നത നയതന്ത്രജ്ഞൻ സാദ് അഹമ്മദ് വാറൈച്ചിനെ ഇന്ത്യ വിളിച്ചു വരുത്തി. പേഴ്സോണ നോൺ ഗ്രേറ്റ നോട്ട് കൈമാറി. പാകിസ്ഥാനിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഒഴിവാക്കുന്ന ഔദ്യോഗിക അറിയിപ്പാണിത്. ഭീകരതയ്ക്കെതിരെയുള്ള തുടർ നീക്കങ്ങൾ ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം ഇന്ന് ചേരും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പങ്കെടുക്കും. അതിനിടെ ആശങ്കയുടെ താഴ്വരയിൽ നിന്ന് മലയാളികളായ വിനോദസഞ്ചാരികൾ തിരികെ നാടുകളിലേക്കെത്തി. ഡൽഹിയിലെത്തിയ 23-അംഗ സംഘം ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. നമ്മൾ പെഹൽഗാമിൽ പോയി ഫസ്റ്റത്തെ വ്യൂ പോയിന്റ് നമ്മൾ കവർ ചെയ്തു. രണ്ടാമത്തെ വ്യൂ പോയിന്റിലേക്ക് വണ്ടിയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ വഴിയിൽ വെച്ചിട്ട് പെട്ടെന്ന് വാഹനങ്ങളെല്ലാം കൂടി ബ്ലോക്ക് ആവുന്നുണ്ട്. കുറേ പേര് ഓടി വണ്ടിയിൽ കയറുന്നുണ്ട്. പിന്നെ എന്തൊക്കെയോ ബഹളങ്ങളൊക്കെ അവിടുന്ന് ഇവിടുന്ന് കേൾക്കണം. അപ്പോൾ മൊത്തത്തിലൊരു എന്തോ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. പെഹൽഗാമിലേക്കുള്ള യാത്രയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ സംഭവം നടക്കുമ്പോൾ ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. കാരണം നമ്മളുടെ ജീവിതത്തിലും നമ്മളുടെ അനുഭവത്തിലും ഒന്നും ഇല്ലല്ലോ. ഞങ്ങൾ ജസ്റ്റ് അവിടെ എത്തുന്നു. അവിടെ എത്തുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. കേന്ദ്രഭരണ പ്രദേശമായ ജമ്മുകാശ്മീരിന്റെ സുരക്ഷ കേന്ദ്ര സർക്കാരിനാണ്. ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ചോദ്യങ്ങൾക്ക് കേന്ദ്ര സർക്കാർ മറുപടി നൽകണമെന്നും കോൺഗ്രസ് പറഞ്ഞു. ശക്തമായ തിരിച്ചടി നൽകണമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ആവശ്യപ്പെട്ടു. ഭീകരതയെ ഒറ്റക്കെട്ടായി നേരിടാനാണ് രാജ്യമൊരുങ്ങുന്നത്. നയതന്ത്ര മേഖലയെ കൂടാതെ പ്രതിരോധ മേഖലയിൽ കൂടി നടപടികൾ കടുപ്പിച്ചേക്കാം. ഡൽഹിയിൽ നിന്ന് ക്യാമറാമാൻ മോഹൻകുമാറിനൊപ്പം വിനീത വിജി, 24.